2050 ശേഷം ആദ്യമായി വിരമിക്കൽ പ്രായം ഉയർത്തിയിരിക്കുകയാണ് ചൈന. രാജ്യത്ത് പ്രായം കൂടിയവരുടെ എണ്ണം കൂടുകയും പെൻഷൻ ഫണ്ടിലെ കുറവും പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് പെൻഷൻ പ്രായം ഉയർത്താനുള്ള ശുപാർശയ്ക്ക് അംഗീകാരമായത്. കായിക അധ്വാനം വേണ്ടിവരുന്ന ബ്ലൂ കോളർ ജോലി ചെയ്യുന്ന വനിതകൾക്ക് വിരമിക്കൽ പ്രായം 50-ൽ നിന്ന് 55-ലേക്കും, വെറ്റ് കോളർ ജോലികൾ ചെയ്യുന്ന വനിതകൾക്ക് വിരമിക്കൽ പ്രായം 55-ൽ നിന്ന് 58-ലേക്കും ഉയർത്തുവാനാണ് തീരുമാനം. പുരുഷന്മാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 63-ലേക്കാണ് ഉയർത്തിയത്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ വിരമിക്കൽ പ്രായമുള്ള രാജ്യമാണ് ചൈന. 2025 ജനുവരി 1 മുതലാകും തീരുമാനം പ്രാവർത്തികമാവുക. അടുത്ത 15 വർഷത്തേക്ക് ഓരോ മാസവും വിരമിക്കൽ പ്രായം ഉയർത്തിയാകും തീരുമാനം പ്രാവർത്തികമാക്കുക. ജീവനക്കാർക്ക് വിരമിക്കൽ പ്രായം 3 വർഷം വരെ നീട്ടാനും അനുവാദമുണ്ട്. 2030 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലേക്ക് കൂടുതൽ തുകയും നൽകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും പെൻഷൻ ലഭ്യമാകുക. രാജ്യത്ത് ജനനനിരക്ക് കുറയ്ക്കുകയും ശരാശരി ആയുർദൈർഘ്യം 78.2 വർഷമായും ചൈനയിൽ ഉയർന്നിട്ടുണ്ട്. 1949-ലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാലത്ത് 36 വയസ്സ് ശരാശരി ആയുർദൈർഘ്യമുണ്ടായിരുന്ന ചൈനയിൽ നിലവിൽ ആയുർദൈർഘ്യം 78.2 വയസ്സാണ്. കൃത്യമായ മാനദണ്ഡങ്ങളോടെയാകും വിരമിക്കൽ പ്രായം ഉയർത്തുക എന്നാണ് 3-ാം പ്ലീനത്തിലെ നയപ്രഖ്യാപന രേഖ വിശദമാക്കിയിരിക്കുന്നത്. ചൈനീസ് സർക്കാരിന് കീഴിലുള്ള ചൈനീസ് അക്കാദമി ഓഫ് സോഷ്യൽ സയൻസിന്റെ പുറത്തുവിട്ട രേഖകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ പെൻഷൻ ഫണ്ട് 2035 കാലിയാകുമെന്നാണ് കണക്ക്. 2019-ൽ ചൈനീസ് സാമ്പത്തിക വ്യവസ്ഥയെ സാരമായി ബാധിച്ച കോവിഡ് മഹാമാരിക്ക് മുൻപായിരുന്നു ഈ കണക്ക് പുറത്തു വന്നത്. രാജ്യത്തെ ജനന നിരക്ക് കുത്തനെ കുറയ്ക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.